ഡ്യൂട്ടിക്ക് ഞാൻ പോകാൻ നേരം എന്റെ ഒപ്പം എണീറ്റ് വരുന്ന ആളാണ് കേട്ടാ. പിന്നെ അമ്മയ്ക്കൊരു സ്വസ്ഥത കൊടുക്കത്തില്ല, അമ്മ കണ്ടിന്യൂസ് എടുത്ത് നടക്കണമായിരുന്നു. പക്ഷെ ഇന്നെന്താ അപ്പൂസ് വന്നിട്ടുള്ളത് കൊണ്ട് അപ്പൂസിന്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടാ, വേറെ ആരുടെ അടുത്തും എന്റെ അടുത്ത് പോലും വരുന്നില്ല. എന്നെ ജോലി സ്ഥലത്ത് ആക്കാൻ വേണ്ടിയിട്ട് അപ്പൂസും അനിയനും മാമാട്ടിയും വന്നിട്ടുണ്ടായിരുന്നേ. അക്കൂട്ടത്തിൽ അവർ പോയി കടയിൽ നിന്ന് ഒരു ചായയും കുടിച്ചു. ഞാൻ നേരെ ഡ്യൂട്ടിക്കും. നമ്മൾ കുറച്ച് ദിവസം നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ സാധനങ്ങളൊന്നും വെച്ചിട്ട് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഒരുപാട് ലോഡ് ഉണ്ടായിരുന്നു കേട്ടാ. പച്ചക്കുതിര വന്നിരുന്നു കഴിഞ്ഞാൽ സൗഭാഗ്യം വരാൻ പോകുവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടാ. നമുക്ക് നോക്കാവേ സത്യമാണോ അല്ലയോ എന്ന്. ഫോണിൽ സ്റ്റോറേജ് ഇല്ലായിരുന്നത് കൊണ്ട് ഇത്തവണത്തെ മാമാട്ടിയുടെ കൃമിത്തരങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ആ മാമാട്ടി ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയായിരുന്നു. നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ വേണ്ടിയിട്ട് അച്ഛനായിരുന്നിട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. ഇടയിൽ നമ്മളൊരു ജ്യൂസ് കുടിച്ചു. പിന്നെ ഓണമൊക്കെ അല്ലേ, അമ്മ അച്ചാറിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. കാന്താരി, ഈന്തപ്പഴം, വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു അച്ചാറുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ അച്ചാറുണ്ട്. ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് DM ചെയ്തേക്കണേ. എനിക്കല്ലാട്ടാ മീഡിയ സ്പീക്കറിൽ വേണം DM ചെയ്യാനായിട്ട്. പിന്നെ നാരങ്ങ ഈന്തപ്പഴം അച്ചാറുണ്ട്. അച്ചാർ അമ്മ ഇപ്പൊ നിർത്തിയോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പൊ നിലവിലുള്ള അച്ചാറാണ്. ചെമ്മീനുണ്ട്, നാരങ്ങയുണ്ട്, ഞാൻ പറഞ്ഞ ഈന്തപ്പഴം, വെളുത്തുള്ളി, കാന്താരി ഒരുപാട് നാളായിട്ട് വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുള്ള കാന്താരി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ് കേട്ടാ.